ഈ അടുത്ത് കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് സ്ലാഷർ മൂവിയാണ് ഇൻ എ വയലന്റ് നേച്ചർ. പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഇതിന്റെ മൂവി സജഷൻസ് കണ്ടിട്ടാണ് കണ്ടു തുടങ്ങിയത്. നമ്മൾ സ്ഥിരം കാണാറുള്ള ഈ ഒരു ജോണർ മൂവീസിൽ കാണാറുള്ള ആ സ്റ്റോറി, പക്ഷെ ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ഇതിന്റെ മേക്കിംഗ് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് പല സീനുകളിലും ആ ഒരു സ്ഥലത്തിന്റെ ഒരു ആംബിയൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ മേക്കേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കാട്ടിൽ ഈ സ്റ്റോറി നടക്കുമ്പോൾ അവിടെയുള്ള ഇൻസെക്ട്സിന്റെ സൗണ്ട്, പലയിടത്തും സൈലൻസിന്റെ ആവശ്യം, പ്രത്യേകിച്ച് ബിജിഎമ്മുകളോ ഒന്നുമില്ല. ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതും ഓരോ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള കോലാഹലങ്ങളും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടാണ് കില്ലിങ്ങുകൾ നടക്കുന്നത്. ആ ഒരു ക്യാരക്ടറിനുള്ള ബിൽഡപ്പും, അല്ലെങ്കിൽ അതെന്താണ് ആ ക്യാരക്ടറിന്റെ ഒരു വാ പോയ കോടാലിയാണെന്ന് നമുക്ക് തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് സിനിമയിലത്തെ ഓരോ സീനുകൾ വന്നിട്ടുള്ളത്. ചില സീനുകൾ കണ്ടപ്പോൾ കിളി പോയ പോലത്തെ ചില അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സിനിമയുടെ ഡ്യൂറേഷൻ ഉള്ളൂ. പക്ഷേ ഈ ഡ്യൂറേഷൻ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു ജോണർ എന്താണോ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് അതിനെ നല്ല വൃത്തിക്ക് എടുത്തു വയ്ക്കാൻ ഇതിന്റെ മേക്കേഴ്സിന് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ സൗണ്ട് ഡിസൈൻ ആണ് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു മെയിൻ പോസിറ്റീവ്. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ക്യാരക്ടർ ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു, അവിടുന്ന് സൗണ്ട് കേൾക്കുന്നു, അങ്ങോട്ടേക്ക് ഒരു കില്ലിങ്ങിന് പോകുന്നു, ഒപ്പം നമ്മളെയും കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ക്യാമറ മൂവ്മെന്റ് കൂടെ നമ്മളും പോയി പലയിടത്തും ആ ഒരു സൈലൻസ് ശരിക്കും നമ്മളെ പേടിപ്പെടുത്തും. ഇപ്പൊ എന്താ ഉണ്ടാവും, ഇപ്പൊ എന്താ ഉണ്ടാവുക എന്നുള്ളതൊക്കെ. പ്രത്യേകിച്ച് ക്ലൈമാക്സിലത്തെ ആ ഒരു ഷോട്ടിലൊക്കെ ശരിക്കും ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കാം. കാരണം ഇങ്ങനെയുള്ള മൂവീസ്, ഇപ്പോൾ സ്ലാഷർ മൂവീസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഒരുപാട് എടുത്തു പറയാവുന്ന ഒരുപാട് മൂവീസ് ഉണ്ടാവും. പക്ഷെ അതിലേക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് ചേർക്കാവുന്ന ഒരു മൂവി കൂടിയാണ് ഇൻ എ വയലന്റ് നേച്ചർ. ഇങ്ങനെയുള്ള മൂവീസ് ജേണേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോക്കാം. പടം ഡിജിറ്റൽ റിലീസ് ആയിട്ടുണ്ട്. പല ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഇതിലത്തെ സജഷൻസും, അല്ലെങ്കിൽ പലരും കണ്ടിട്ട് അതിന്റെ റിവ്യൂസ് ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. വളരെ കിടിലൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ്. സോ മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ് ഇൻ എ വയലന്റ് നേച്ചർ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണുക.